ഒരു മഴ പെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ മണ്ണ് മാത്രമല്ല മനസ്സ് നിറയുന്ന കാഴ്ചകളാണല്ലേ നമുക്ക് ചുറ്റും കാണുന്നത്. ഈ മരമൊക്കെ ഇന്നലെ എപ്പോഴാണ് ഇങ്ങനെ തളിർത്തതെന്നറിയില്ല. പൂക്കളൊക്കെ കണ്ട് എന്ത് മാറ്റമാണ്. നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിശക്തമായ മഴയും ആ ഒരു ഇടി മാത്രമേ നമുക്കൊരു ഇതുപോലെ തോന്നുള്ളൂ. ബാക്കി ആ മഴ ഇങ്ങനെ പെയ്ത് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ചെടികൾക്ക് ഒരു മാറ്റം, എന്ത് മാറ്റമാണ് ഇന്നത്. ഇങ്ങനെ എല്ലാം കാണുമ്പോൾ ഭയങ്കര, രാവിലെ തന്നെ വെള്ളം അടിക്കേണ്ട ആ ഒരു ജോലിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ചെടികളുടെ ആ ഭംഗി കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ തോട്ടത്തിൽ നിൽക്കാൻ തോന്നും. അത്ര ഇതാണ് നമ്മുടെ ആ ചെടികളൊക്കെ അല്ലേ. അപ്പോൾ ആ ചെടികൾ വളർത്തുന്നവർക്കറിയാം ആ ഒരു മാറ്റം വന്നത് ആ മഴ. അല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം വെള്ളമൊഴിച്ചെങ്കിലും, 2 or 3 പ്രാവശ്യം വെള്ളമൊഴിച്ചെങ്കിലും ചെടികൾക്കുണ്ടാകുന്ന ആ വാട്ടവും ആ ഒരു ക്ഷീണവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ക്ഷീണം പോലെയാണ്. രാവിലെ എല്ലാറ്റിനും വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ ഉച്ച ആകുമ്പോഴൊക്കെ തന്നെ എല്ലാം ഇങ്ങനെ വാടിക്കരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ, അപ്പോൾ നമുക്ക് പുതിയ കൃഷിക്ക് നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടാകില്ല. കൃഷിക്കാർക്കാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നും. ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിപ്പോൾ അല്ലേ. ഏതെല്ലാം ചെടികൾ നടണം, ഏതെല്ലാം ഉണ്ടാവും. അപ്പോൾ ചിലത് നമുക്ക് മഴയത്ത് നല്ല മഴ പെയ്താകുമ്പോൾ പിടിച്ച് കിട്ടാത്ത ചെടികളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ നട്ടു തുടങ്ങാം. പയറ്, വെണ്ട, കപ്പ, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ. അപ്പോൾ എനിക്ക് ധാരാളം ഇങ്ങനെ റോസ് ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വെട്ടി നിർത്തി ആ ഭാഗങ്ങളൊക്കെ കളയാൻ തോന്നില്ല. അത്ര മാത്രം എനിക്ക് റോസാക്കമ്പുകളുണ്ട്. ഇത് ഇപ്പോൾ എവിടെ നടണമെന്നറിയില്ല. ഒന്നാമത് ഇത് ചെടികൾക്കിടയിലെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ മുള്ളും അതൊക്കെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ചട്ടിയിൽ നടാൻ വേണ്ടിയിട്ട് എത്ര ചട്ടി എനിക്കിപ്പോൾ വാങ്ങിയ ചട്ടി അത്രയൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല വാങ്ങലുണ്ട്. അപ്പോൾ ആ ഒരു റോസാക്കമ്പ് കളയാനും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മഴ കിട്ടിയെന്ന്